എൻ്റെ മോനെ അവിടെ എന്തോ ഓളം വരുന്നുണ്ടോ അതിനകത്ത് മീൻ കയറി നിന്ന് ഓടുന്നതായിരിക്കുമേ. ഉണ്ടോ മീനുണ്ടായിരുന്നേ. യെസ് 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 മാരിയോ. യെസ് ഫിഷ് ഓൺ. യെസ് ഫിഷ് ഓൺ. മാരിയോ ഹെവി ഹെവി. എൻ്റെ മോനെ മാരിയോലടിച്ച ഒരാളിനെ കണ്ടോ ഗോയ്സ്. ഒന്നാന്തരം മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭൂമി നല്ല തണുത്ത് കിടക്കും കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ വരാൽ പോലുള്ള മീനുകളൊക്കെ പാടത്ത് കയറിട്ട് ഇഷ്ടം പോലെ പെരുകി കാണുമായിരിക്കും. അതുപോലെ തന്നെ നല്ലപോലെ മീൻ ആക്ടിവിറ്റി കാണും കേട്ടോ ഈ സമയത്ത്. അപ്പൊ വരാലിനെ പിടിക്കാൻ വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രോഗ് നമ്മുടെ കയ്യിരിക്കുന്നത് കേട്ടോ. നമ്മുടെ റിയൽ വാരിയറിന്റെ മാരിയോ എന്ന് പറഞ്ഞൊരു ഫ്രോഗ് കേട്ടോ. നമ്മുടെ മാർക്കറ്റിൽ കുറച്ചായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ഇതിന്റെ റിവ്യൂ ചെയ്യുന്നത്. എന്താണല്ലോ ഇപ്പോഴും നമുക്ക് ഒരു അവസരം കിട്ടും കേട്ടോ. വരാൽ ഇഷ്ടം പോലെ കാണാൻ ചാൻസ് ഉണ്ട്. നല്ല അടിപൊളി പാക്കഡായിട്ട് സാധനം വന്നിരിക്കുന്നത് റിയൽ വാരിയറിന്റെ മാരിയോ. നല്ല കവറിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. VMC ഹുക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യുമ്പോൾ നല്ല കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം കയ്യിലെ കുത്തിക്കുന്നത് നല്ല ഷാർപ്പ് ഹുക്കായുണ്ട് കേട്ടോ. എന്തൊക്കെയാണത് ഞാൻ കവറിൽ സാധനം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിയൽ വാരിന്റെ മാരി എന്ന് പറഞ്ഞ കുഞ്ഞൻ ഫ്രോഗ് കേട്ടോ. വരാലിനെ പിടിക്കാൻ ബെസ്റ്റ് ഐറ്റം. നല്ല ഹെവി ആയിട്ടുള്ള ഹുക്കാണ്. ചെറിയ ഫ്രോഗ് ആണെങ്കിൽ കേട്ടോ നമുക്ക് ചെറുമീനൊക്കെ അത്യാവശ്യം കയറ്റാം. ഒത്തിരി വലിച്ചു പറിക്കാതെ നമുക്ക് കയറ്റാൻ പറ്റുന്ന ചെറുമീൻ വരെ കയറ്റാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹുക്കാട്ടോ. VMC ഹുക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതായി വന്നേക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റ് എന്ന് പറയുന്നത് വെറും 5 ഗ്രാമാണ് വെയിറ്റ് വന്നേക്കുന്നത്. 3.5 സെന്റിമീറ്റർ ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ. ഇത് ഇത്ര ഉള്ള ആകെ പടന്റെ വരലിൽ ഒരു കട്ടിക്കത്തുള്ള നമ്മുടെ ഫ്രോഗിന് വലുപ്പം. പിന്നെ സ്പിന്നറിന്റെ ലെങ്ത് ആണ് ഇത്ര വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നമ്മുടെ റിയൽ വാർ ഇറക്കിയതിൽ ഏറ്റവും ചെറിയ ഫ്രോഗാണ് നമ്മുടെ റിയൽ വാറിന്റെ മാരിയോ. വരാലിനെ പിടിക്കാൻ വേണ്ടി മാത്രം ഇറക്കിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലാണ് സിവിൽ വന്നിരിക്കുന്നത്. മറ്റേ ഫ്രോഗുകൾക്കൊക്കെ വരുന്ന പോലെ നല്ല ക്വാളിറ്റി സിവിൽ വന്നിട്ടുണ്ട്. ബാക്കിൽ സിവിലിൽ സ്പ്ലിറ്ററിംഗ് ഇട്ടൊരു സ്പിന്നർ കേട്ടോ. ഒരു ചളിങ്ങിയ രീതിയിലുള്ള സ്പിന്നർ കേട്ടോ. നല്ല ആക്ഷൻ കേരള കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല റബ്ബറിന്റെ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഈ ഫ്രോഗിന്. റിയൽ വാറിന്റെ ഫ്രോഗുകളുടെ റബ്ബർ ക്വാളിറ്റിയെ കുറിച്ച് ഒന്നും പറയേണ്ടത് കേട്ടോ. നല്ല റബ്ബറിന്റെ ക്വാളിറ്റിയാണ്. പെട്ടെന്നൊന്നും മീൻ അടിച്ചാൽ കീറിപ്പോകും. നമുക്ക് അത്യാവശ്യം ന്യായമായിട്ട് തന്നെ ഇത് മീൻ പിടിക്കാൻ പറ്റും. പിന്നെ വെയിറ്റ് അകത്താണ് വന്നേക്കുന്നത് കേട്ടോ. എല്ലാ ഫ്രോഗുകൾക്കും വരുന്ന പോലെ തന്നെ വെയിറ്റ് അകത്ത് വന്നേക്കുന്നത്. നമുക്ക് നല്ല ബാലൻസിൽ നമുക്ക് കാസ്റ്റ് റിട്ടർ ചെയ്യാൻ പറ്റും. സൂപ്പർ ഫ്രോഡ്. അപ്പൊ നമ്മൾ ഈ ഫ്രോഗ് വെച്ച് വരാലെ പിടിക്കാൻ വേണ്ടി പോകും. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ എല്ലാ ഷോപ്പുകളിലും സാധനമുണ്ട്. മാരിയോ തപ്പിടക്കണം ആൾക്കാരൊക്കെ. അപ്പൊ നമ്മൾ ഈ ഫ്രോഗ് വാങ്ങിച്ച് പറഞ്ഞാൽ നമ്മുടെ ആംഗ്ലേഴ്സ് പാടേ സംക്രാന്തി കേട്ടോ. പിന്നെ നമ്മുടെ ഇസാഫിഷൻ ടാക്കിൾസ് ഉണ്ട്. നമ്മുടെ ഡ്രീം ഷോപ്പ് ഗാലറിയിലുണ്ട്. അപ്പൊ ഇവിടുത്തെ എല്ലാ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ മഴ വരാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് ഈ മഴയ്ക്ക് മുന്നേ എവിടെയെങ്കിലും പോയി കയറാൻ വേണ്ടി മഴ കേട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇത് ഉണ്ടോ ഇത് നമ്മുടെ കറുവാപ്പട്ട കേട്ടോ. ഇതിൽ കായ കൊണ്ട് കിടക്കുന്നുണ്ടോ? ഇതിൻ്റെ ഇല ഒന്ന് മടന്ന് നോക്കട്ടെ. 100% കറുവാപ്പട്ട. ഇത് സ്പൈസസ് നമ്മളൊരു കുളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ സൈഡിലൊന്ന് കൊടുത്ത് നോക്കാം. ഒയ്യോ മീൻ ഉണ്ടാകുന്ന ഓടി വിടുന്നു കേട്ടോ. യെസ് മാരിയോ. ഇവിടെ മാരിയോയിൽ ഫസ്റ്റ് മീനെ ഇടത്തരം വരാലോ കേട്ടോ. ഇടത്തരല്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ല തരാലോ കേട്ടോ. ലാൻഡ് ചെയ്തേക്കാം. യെസ് അടിപൊളി. നമ്മുടെ മാരിയോ ഫ്രോയിൽ നമ്മൾ ഫസ്റ്റ് മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാരിയോയുടെ ഗ്രീൻ കളറിലാണ് പിടിച്ചേക്കുന്നത്. ഒന്ന് ഹുക്ക് അൺഹുക്ക് ചെയ്യാം. അത് നമുക്ക് ഗ്രിപ്പർ ഇടാം. ഇതുണ്ടോ നല്ല പ്രോപ്പർ ഹുക്കപ്പ് അയക്കുന്നേ ഉണ്ടോ. വായിക്കകത്ത് കറക്റ്റ് അടിച്ച് കേട്ടിട്ടുണ്ട്. ഊരി വരാൻ ഇച്ചിരി പാടാം. നമ്മുടെ ഫ്രോഗ് കേട്ടോ. നല്ല ഹുക്കപ്പ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വരാൽ നാടൻ വരാൽ കേട്ടോ. ഒരു 10, 350, 400 ഗ്രാം ആ സൈസ് വരുന്ന വരാൽ കേട്ടോ. നല്ല കറുത്ത വരാലാണ്. വെക്കാനോടെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി എറിയാം. എന്നിട്ട് നമുക്ക് മീനെടുത്ത് കവറിലാക്കാം. നമ്മുടെ മാരിയോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ചെറിയ വരാനൊന്നും കേട്ടോ. അയ്യോ ഇത്
ജെർമീൻ്റെ കുഞ്ഞ്. നമുക്ക് ഇതിനെ റിലീസ് ചെയ്തേക്കാം കേട്ടോ. നമ്മളിതിനെ എടുക്കുന്നില്ല, അല്ലാതെ തന്നെ റിലീസായിട്ടുണ്ട്. പൊക്കോടാ. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ചത് മാരിയോയിൽ നമ്മൾ റിലീസ് ചെയ്തു. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് അടുത്ത് അറിയാം. ഫിഷ് ഓൺ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ മാരിയോ കേട്ടോ, പെട്ടെന്ന് പേര് മറന്നുപോയി. അപ്പോൾ ഇവിടെ മാരിയോയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നാളെ നമുക്ക് കിട്ടിയിരുന്നേ. സ്ട്രൈക്കൊന്നുമില്ല, ചുമ്മാ ഒന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു ഫ്രോ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാളെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല കറുത്ത നാളെ, ചെറിയ ഫ്രോ ആയതുകൊണ്ടുണ്ടല്ലോ വരാലിന് പക്കയാണ്. ഇത് നമ്മുടെ ഫ്രോ ഒന്ന് നമുക്ക് പഴയ പൊസിഷനിലേക്കാക്കാം. ഷാർപ്പ് ഹുക്കാണ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വരാൽ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മീനടി ഭയങ്കര മടുപ്പാണ്, എങ്കിലും നമുക്ക് മീൻ അടിയുന്നുണ്ട്. ഇറട്ടൊക്കെ ഒന്ന് ഒറ്റയ്ക്കായിട്ട് കേട്ടോ. ഓക്കെ, ഇട്ടിട്ടുണ്ട് കേട്ടോ 2 മീൻ. ഓക്കെ, ഫിഷ് ഓൺ. അത് നമ്മുടെ എന്നാ നിനക്കുള്ള വരാൽ വേണോ? നിനക്ക് വേണോ? ആ, അപ്പോൾ ദേ നമ്മുടെ മാരിയോയിൽ ഒരു വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കന് ഒരെണ്ണം വേണമെന്നുണ്ട്. വാ, എന്നാ എടുത്തു. ഇതെങ്ങനെ കൊണ്ടുപോകുന്നേ? അതെ, ഫ്രോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അത് മാരിയോ. ഓക്കെ, നമ്മുടെ ഫ്രോ കേട്ടോ. വരാലെന്ത് കിടക്കുന്നു? ചെറിയ വരാൽ കേട്ടോ, കുഞ്ഞു വരാലാണോ, അവന് വളർത്താൻ പറ്റിയ ഐസാണ്. എന്നാ നിന്റെ വരാലാ? തല പിടിച്ചു ഉണ്ടോ? അവന് കൊടുക്കടാ. വേണ്ടേ? അതാണ് അവിടെ എന്നാ ഏത് അതേതാണ്ട് ചപ്പ. വെള്ളം ഇല്ലെങ്കിലും നമ്മൾ മീൻ പിടിക്കും അല്ലേ? ഫുള്ള് ചെള്ള അവിടെ എല്ലാം വെള്ളം കയറിയിട്ടേ വേണ്ടതിലെല്ലാം കേട്ടോ. രാവിലെ അമ്പലത്തിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നു, നല്ല വൈബാണ് കേട്ടോ രാവിലെ കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ ചെള്ളകത്ര പതുക്കെ ഇറങ്ങിയിട്ട് ഓടി കിടക്കാം. ഓക്കെ, അവിടെ അടിപൊളി സ്പോട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിറഞ്ഞു നോക്കാം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തോടിൻ്റെ അവിടെ നിന്ന് ഒരു കണ്ടത്തിലോട്ട് വെള്ളം കയറിയിട്ടേക്കാണ് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് പൊടിമീൻ അടിക്കാൻ വേണ്ടി കയറി കിടക്കൂടെ. അവിടെയൊക്കെ ഇഷ്ടംപോലെ പൊടിമീൻ നിൽപ്പുണ്ട്. എന്തായാലും പതുക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫുള്ള് കിളിയുള്ള സൗണ്ട് കേട്ടോ. രാവിലെ കൊക്ക് പറക്കുന്നുണ്ടോ? ഓ, ഫോളോ അടുത്ത അട്ടിയാണ് ഗൈസ്, അടുത്ത അട്ടിയാണേ. ഫോളോ കിട്ടി. മാരിയോ, യെസ് മാരിയോ. ഹെവി. എൻ്റെ മോനെ, മാരിയോലടിച്ച വരാലിനെ കണ്ടോ ഗൈസ്? വെട്ടം വീട് വരുന്നതേ ഉള്ളൂ. ഹെവി ഗൈസ്, ഹെവി എന്ന് പറഞ്ഞാൽ 1 kg പ്ലസ്. എൻ്റെ അപ്പോനെ ഇവിടെ വെച്ചോട്ടെ. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഗ്രിപ്പർ ഇട്ടെ. ഇവിടെ നിന്ന് പിടച്ച് പോയാൽ 2 സൈഡിലും വെള്ളമാവും. പക്ഷെ പോകത്തില്ല. മാരക ഹുക്കപ്പാണ് മാരിയോയ്ക്ക്. ഇതുണ്ടോ തീരെ ഹുക്കപ്പ് വായിക്കാതിരിക്കുന്നുണ്ടോ ഫ്രോഗ്? എൻ്റെ മോനെ, ഹെവി സൈസ്. 1 kg ഉറപ്പായിട്ടും കാണും കേട്ടോ. നല്ല നാടൻ വരാലാണ്. ഇതുണ്ടോ നിങ്ങൾക്ക് സൈസ് എങ്ങനെ കാണിക്കുമോ? എൻ്റെ കൂടെ കാര്യമില്ല. ഹെവി. ഇതുണ്ടോ ഇത്രയും വലുപ്പമുണ്ട് വരാലിന്. നല്ല മാരക സൈസ് വരാലാണ്. നമുക്ക് ഫ്രോഗ് അൺഹൂക്ക് ചെയ്യാൻ ഐസായിട്ട്. പക്ഷേ ഇത് ഇവിടുന്ന് പെട്ടച്ച് പോയാൽ പോയി. ആദ്യം നമുക്ക് ബായിലോട്ട് വേണേൽ ഇറക്കാം കേട്ടോ. കാര്യം വെള്ളമായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്.
രണ്ട് സൈഡിലും വെള്ളമാണ്. ഒരു കിടക്ക് നല്ല ഫൈറ്റും കിട്ടിയായിരുന്നു. നേരെ നമ്മുടെ ബാഗിൽ ഒരു ചാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാക്ക് വെച്ചിട്ട് തുറക്കാം. ഇരിക്കട്ടെ ഇപ്പോൾ തൽക്കാലം. ഓക്കെ, ഇനി പേടിക്കാനില്ല. കാര്യം മീനൊക്കെ ലാസ്റ്റ് കാണിക്കാവേ. മാരിയോടെ റെഡ് കളറിലാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടിയേക്കുന്നത്. ഹുക്ക് അൺഹുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രോക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം മീനെ ചാക്കിലാക്കിക്കോട്ടെ. ഹെവി വരാലായതുകൊണ്ടേ നമുക്ക് കളയാൻ പറ്റത്തില്ല. ചെറുതൊക്കെ ആണെങ്കിൽ പോയാൽ പോട്ടെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, സെറ്റ്. നേരെ കവറിലോട്ടിട്ടേക്കാം. ഓക്കെ, സെറ്റ്. പേടിക്കാനില്ല. ഫ്രോഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നേരെ കമ്പിയിലോട്ട് കയറ്റിയിടുക. ഫ്രോഗ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, മാര ഹുക്കപ്പാണ് കേട്ടോ. നമുക്ക് അടുത്തതിനെ പിടിക്കാം. കാര്യം അവിടെ തന്നെ കാണും. കാര്യം വെള്ളം കിടക്കുന്ന സ്ഥലമല്ലേ ഇത്. ഇവിടെ ഈ പൊടിമീൻ അടിക്കാനായിട്ട് വന്ന് ഒരാൾ നിൽക്കും. ഇവിടെ ഇപ്പോൾ ഒരാൾ ഓടിയിട്ടുണ്ട്. പക്ഷേ ടൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് പോയില്ല. മീൻ ഉറപ്പായിട്ട് കാണും ഇവിടെ. റൈസ് അവിടെ എന്തോ ഓളം വരുന്നുണ്ട് റൈസ്. ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണ് അവിടെയും കേട്ടോ. അതിനകത്ത് മീൻ കയറി നിന്ന് ഓടുന്നതായിരിക്കുമേ. അങ്ങനെയാണ് അട്ടി ഉറപ്പാണ്. ഉണ്ടോ, മീനുണ്ടായിരുന്നേ. നെക്സ്റ്റ് പക്ഷേ സ്ട്രൈക്ക് കിട്ടും. നെക്സ്റ്റ് സ്ട്രൈക്കാണ്. മാരിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വരാൽ. ഇവിടുന്ന് അടിച്ച വരാലൊക്കെ ഹെവി കേട്ടോ. കേട്ടോ, ഇതൊക്കെ നല്ല ഹെവി വരാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മീൻ്റെ സ്ട്രൈക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു മീൻ ഓടിയെന്ന് പറഞ്ഞില്ലേ, ആ മീൻ തന്നെ നമുക്ക് കയറി. ഇത് കേട്ടോ, നമ്മളെ അടിപൊളി ഹുക്കപ്പ് അയക്കുന്ന മാരിയോടെ തീർ ഹുക്കപ്പ്. അപ്പം നമ്മുടെ എത്രാമത്തെ മീൻ എടുത്തില്ല. മറ്റേ ഫ്രോഗ് നമ്മൾ രണ്ടെണ്ണം പിടിച്ചായിരുന്നു. ഇതിലിപ്പോൾ രണ്ടെണ്ണം കിട്ടി. കണ്ടോ, അടിപൊളി വരാം കേട്ടോ. നമുക്ക് ഇത്ര ഈ സൈസൊക്കെ വരാനാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് പിടിക്കാനും ഫീലൊക്കെ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് അവിടെ ഒരു മീൻ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. കാര്യം സംഭവം അറിയോ, ഇങ്ങോട്ട് വെള്ളം കയറുന്നതുകൊണ്ട് പൊടിമീൻ ഇഷ്ടം പോലെ വേണം. അപ്പോൾ പൊടിമീൻ അടിക്കാണ്ട് വരുന്ന കേട്ടോ. നമുക്ക് ഫ്രോ അൺകുക്ക് ചെയ്യാം. തളച്ച് കയറിയേക്കും കേട്ടോ. ഈ മുകളിലൊക്കെ കയറിയാണ്ടല്ലോ ഊരുന്ന വലിയ പാട. മുകളിലും അതുപോലെ നാക്കയിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോ നമുക്ക് പഴയ പൊസിഷനിലേക്ക് ആക്കാം. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്രോഗ് മാരിയോ റെഡ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ വരാൽ 1/2 കിലോ മണ്ടയെന്ന് വരാൽ കേട്ടോ. നല്ലതാണ് വരാൻ, നല്ല കറുത്ത വരാൽ കണ്ടോ. ഇവിടെ ഇനി മീൻ കാണും. നമുക്ക് അവിടെ എറിഞ്ഞ് നോക്കണം. അപ്പോൾ ഈ തോട്ടിലൊക്കെ നമുക്ക് എറിഞ്ഞ് നോക്കാം കേട്ടോ. അടുത്ത കാസ്റ്റ് ചെയ്യാം. മീൻ അടിച്ചിട്ട് തന്നെ എറിഞ്ഞ് നോക്കാം. ഫിഷ് ഓൺ. നമ്മുടെ മാരിയോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത നാടൻ വരാലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി ഹുക്കപ്പ് ഉണ്ട്. ലിബിലാണ് ഹുക്ക് അയക്കുന്നത് കേട്ടോ. വായിക്കകത്ത് നല്ലപോലെ തറച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസ് കേട്ടോ. ഒരു 10-300 ഗ്രാമൊക്കെ ഒന്ന് വരാലോ കേട്ടോ. നമ്മൾ വരാലാണ്ട് തിരിച്ചു വിടത്തില്ല. തീർത്ത് വെച്ചാണ് തിരിച്ചു വിടും. നമ്മൾ ഇതിനെ തിരിച്ചു വിടുന്നില്ല കേട്ടോ. ഹുക്കപ്പ് അയക്കുന്നുണ്ടോ. അതിന് തലവഴി തുളച്ച് കയറിയിരിക്കുന്നത്. തലയുടെ പണി തീർന്ന് അത്രയ്ക്കും അതിൻ്റെ ആ ഒരു സ്കള്ളില്ല, അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രോ ചെയ്യുന്നുണ്ട്. റബ്ബർ കയറിക്കുന്നുണ്ടോ മുകളിലോട്ട്. നമുക്ക് തിരിച്ചിടാം. നമുക്ക് ആദ്യം മീൻ്റെ വായിൽ നിന്ന് ഇതിനെ ഒന്ന് ഹുക്കൊന്ന് അൺഹുക്ക് ചെയ്യണം. ഇവൻ്റെ മോണെല്ലാം പൊളിയും. എല്ലാം പൊളിഞ്ഞ് നശിച്ച് ഇതേ നമുക്കിപ്പോൾ കിട്ടിയ ഒരാൾ കണ്ടോ. നല്ലപോലെ മുറിഞ്ഞായിരുന്നു. ഓക്കെ, ചാക്കിലാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയവന്മാർ കിടന്ന് പിടയ്ക്കുന്നു. യെസ്, ഫ്രോഗ് സെറ്റപ്പ് ആക്കി കണ്ടോ. അടുത്ത കസ്റ്റിൻ്റെക്ക് പോകും. അതൊക്കെ മീൻ കാണും. എവിടെ എറിഞ്ഞാൽ ചിലപ്പോൾ മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. മാരിയ കൊള്ളാം. നല്ല അടിപൊളി ഫ്രോ എന്താണേലും. അടിക്കുന്നതെല്ലാം കരയല. ഒന്നാമത്
ചെറിയ ഫ്രോ ആയതുകൊണ്ടല്ലോ പെട്ടെന്ന് മീൻ അടിക്കുകയും ചെയ്യും. കാര്യം അവരുടെ വായിൽ ഒതുങ്ങുന്നല്ലോ അവർ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. സൈഡിലൊക്കെ ഇപ്പോൾ വരാൽ കയറി നിൽക്കും. ആടെ പറഞ്ഞ പോലെ അടിച്ച് കുറച്ച് മീനെ കിട്ടിയില്ലേ? ആ സൈസ് തന്നെ നമുക്ക് അടുത്ത കിട്ടിയിട്ടുണ്ട്. സെയിം ഫ്രോഗ് മാരിയോ റെഡ്. കൊള്ളാം കേട്ടോ, നമ്മൾ പൊളിക്കുവാണ്. വേറെ ഒന്നുമല്ല, ഫ്രോഗിൻ്റെ കഴിവ് തന്നെ ആയിരിക്കും കേട്ടോ. കാര്യം നല്ല ഇവിടെ കണ്ടോ തെളിഞ്ഞ വെള്ളം, തെളിഞ്ഞ വെള്ളത്തിലേക്ക് അടിയുന്നതിനേക്കാളും കൂടുതൽ ചെറിയൊരു കലക്കുള്ളത് നമുക്ക് എപ്പോഴും മീൻ അടിക്കുന്നത്. പക്ഷേ നല്ല ആക്ഷൻ ഉള്ളതുകൊണ്ടും അതുപോലെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കൂടുതൽ അറ്റാക്കി. കാര്യം പറഞ്ഞാൽ ഈ വരാലിനൊക്കെ ചെറിയ ഫ്രോഗുകൾക്ക് ഭയങ്കര റിസൾട്ട് പണ്ട് തൊട്ട് കേട്ടോ. അപ്പം ബൈക്കാസ്റ്റിങ്ങിൻ്റെ കയറി വെച്ചിട്ട് പാടായിരിക്കും, എങ്കിലും അത്യാവശ്യം നമുക്കൊരു 10-15 കിലോമീറ്റർ കയറിയാൻ പറ്റും കേട്ടോ. ഇത്രയും ചെറിയ ഫ്രോ ആണെങ്കിലും കേട്ടോ. 6 ഗ്രാമാണ് നമുക്കിതിൻ്റെ വായിൽ നിന്ന് ഹുക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സൈസ് ഉണ്ട് വരാൽ, ഞെക്കി പിടിച്ചേക്കാം അല്ലെങ്കിൽ പോവും കേട്ടോ. നമുക്ക് വരാലിന് ഭയങ്കര അത്യാവശ്യമാണ്, നമ്മൾ തിരിച്ചു വിടുന്നില്ല. പോവല്ലടാ, ഇപ്പം പിട പിടച്ച എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഓക്കെ, നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ രാവിലെ വന്നിട്ട് 3 ആയിട്ടുണ്ട്. മാരിയോയിൽ റെഡിൽ. ഓക്കെ, ഫ്രോഗ് പഴയ പൊസിഷനിൽ ആകണം. ഓക്കെ, കൊള്ളാം. എന്താണെങ്കിലും ചെറുതായിട്ടൊന്ന് ഹുക്കപ്പും കൊടുത്താൽ മതി, നല്ല ഹുക്കപ്പ് ആവും. വേണ്ടേ, അത് വരാലോ. ഇപ്പോൾ വെള്ളം എടുത്ത് പേടിച്ച് പോയതോ. ചെറിയൊരു വരാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. കൊള്ളാം, നല്ല ഫ്രോ, ഇഷ്ടപ്പെട്ടു. നമ്മൾ വേറൊരു തോട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചിലപ്പോൾ മീൻ കയറി കിടക്കും. ഇവിടെ എല്ലാം ഫുള്ള് പായ കയറി കിടക്കുമല്ലോ ഈ വലിയ തോട്ടിൽ. അപ്പോൾ ഇങ്ങോട്ട് മീൻ കയറി സ്റ്റേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ സൈഡ് വഴിയൊക്കെ ചുമ്മാ നോർമൽ നമ്മൾ കാസ്റ്റ് ചെയ്യുക. ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ അടി വീഴും. ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള സ്പോട്ടിലൂടെ കയറാൻ വേണ്ടി പോട്ടോ. ഫുള്ള് കാടാണ്. എൻ്റെ പൊന്നു ഗായ്സ്, നല്ല ഒന്നാന്തരം കാട്. ഇത് നോക്കി അതിലൂടെ എങ്ങനെ പോകും? എൻ്റെ അരയുടെ പൊക്കത്ത് പുല്ല് വയ്ക്കുമോ ഉണ്ടോ? ഇത് നല്ല ഭംഗിയുള്ള ഒരു പുല്ലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സാധനം. അപ്പോൾ ഇതിനിടയിൽ കൂടെ നമുക്ക് നടന്ന് അങ്ങോട്ട് പോകണം. അവിടെയൊക്കെ ഇനി മീൻ കാണുന്നുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്ഥാനം ഉണ്ടല്ലോ, ഷോർട്സൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കാല് ചൊറിഞ്ഞ് നശിച്ചാൽ കാര്യം വീട്ടിൽ നിന്ന് ഞാൻ ചൊറിഞ്ഞ് പണി തരും. അതിന് പാൻസ് ഇട്ട് നന്നായി. ഇതെല്ലാം നമുക്ക് ഇവിടെ നടന്ന് അങ്ങോട്ട് കയറാം. അപ്പോൾ ഫുള്ള് നമ്മുടെ അരയുടെ അത്രയും പൊക്കത്ത് നിൽക്കുമോ? അവിടെ ഇപ്പോൾ വരാൻ ഓടി കേട്ടോ. ആമ്പല് കാണുന്നുണ്ടോ അതിൻ്റെ അവിടെ നിന്ന്. ഇവിടെ നിന്നൊരു സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ ഒരു വരാലാണെന്ന് തോന്നുന്നുണ്ട്. ഓടിപ്പോ അടിച്ചടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച്. പക്ഷേ ഉദ്ദേശിച്ചിടത്ത് നല്ല മീൻ അടിച്ചത്. തൊട്ടപ്പുറത്തുനിന്ന് അടിച്ചേ ഉണ്ടോ. നമുക്ക് അടുത്ത വരാലെ കിട്ടിയിട്ടുണ്ട്. നാടൻ വരാല കണ്ടോ, വലിയ കുഴപ്പമില്ലാത്ത വരാലാണ്. നമുക്ക് ഇവിടുന്ന് കയറി പോകാം. ഇതുണ്ടോ ഹുക്കപ്പ് അയക്കുന്നുണ്ട് നമ്മുടെ ഫ്രോഗ്. ഇതിൻ്റെ വായ്ക്ക് ഹുക്ക് നല്ല നൈസ് ഹുക്കപ്പ് അയക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വായി നൈസായിട്ട് ഹുക്ക് അൺഹുക്ക് ചെയ്യാം കേട്ടോ. തീർ ഹുക്കപ്പ് അയക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ വട്ടം പിടിക്കാമല്ലേ. അപ്പോൾ ഇത് ഈ മീൻ തീർന്നെന്ന് കിട്ടിയാൽ മതി. കാര്യം നാക്കിലടിച്ച് കയറിയേക്കുവാ. അകത്തോട് തള്ളിക്കഴിഞ്ഞാൽ ഇറങ്ങിയും പോകും ഫ്രോഗ്. ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാനും പറ്റത്തില്ല. ഒരു ഹുക്ക് റിമൂവ് ആക്കി. ഈ വരാൽ ചത്തും ഗൈസ്. യെസ്, നമ്മുടെ ഫ്രോഗ് നമ്മൾ അൺഹുക്ക് ചെയ്തിട്ടുണ്ട്. മാരിയോ പൊളി സാധനമാണ് മക്കളെ, പൊളി. വരാൽ പിടിക്കാനായിട്ട് ഇതുണ്ടോ ഇപ്പോൾ കിട്ടിയ വരാലേ കണ്ടോ. എന്തായാലും ഹെവി ഒന്നുമല്ല, എന്നാലും 10, 250, 300 ഗ്രാം കാണും. 5ാമത്തെ മീൻ നമ്മളിന്ന് പൊളിക്കും. നമുക്ക് ഇന്നലെ വന്നപ്പോഴായിരുന്നു മടുപ്പ്. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട്. ചവർ പോലെ അടിക്കുന്നത് റെഡ് മാരിയോ. 2 ഫ്രോഗിലും മീൻ അടിക്കും. ഇവിടെ ഇപ്പോൾ ഒരു മീൻ പോടിയിട്ടുണ്ട് കേട്ടോ. അത് വരാലല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൊടിമീനാണോ വളർത്തു മീനാണോ എന്നറിയത്തില്ല. അയ്യോ, പാട്ടൊക്കെ പാടിക്കൊണ്ടുവന്നപ്പോഴേ ഇന്നൊരാളങ്ങോട്ട് പോയിട്ടുണ്ട്. എൻ്റെ മോനെ, അയ്യോ കയറി പോയിട്ടില്ല ആള്. ഇവിടം വരെ വന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. വരാതെ കാണും. ഇതിലെ കൂടെ കയറി പോകാം ഇനി.
അയ്യോ കിട്ടിയതിൽ ഏറ്റവും കുഞ്ഞ് ഇവനെ നമ്മൾ എന്താണ് റിലീസ് ചെയ്യും കേട്ടോ. നമുക്ക് ഈ സൈസ് നമ്മൾ എടുക്കത്തേ ഇല്ല. കരിവനൊക്കെ എന്താണ് മടനുള്ള കേട്ടോ. കണ്ടോ കിട്ടിയതിൽ ഏറ്റവും കുഞ്ഞ് കേട്ടോ നമ്മുടെ മാരിയോയിൽ. നമ്മൾ മാരിയുടെ ഗ്രീൻ എടുത്തിട്ടായിരുന്നു കണ്ടോ. നമ്മളിതിനെ പതുക്കെ വലിയ ഡാമേജ് ഒന്നും വരാതെ അൺഹുക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്യാവേ. ഇതുണ്ടോ വലിയ ഡാമേജ് ആയിരുന്നൊന്നും വന്നിട്ടില്ല. നമ്മളതിനെ കളഞ്ഞേക്കുവാണ്. അവൻ വളരട്ടെ, അവനൊക്കെ വളരട്ടെ. അവനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാക്ക് കിട്ടും. നമുക്ക് ഒരു ഇടത്തരം ഒരാൾ നമുക്ക് എടുത്താൽ മതി. അവിടെ അവിടെ ഒരു മീൻ ഓടിയിട്ടുണ്ട്. അവിടെയൊക്കെ മീൻ ആക്റ്റീവ് ആണെന്നുണ്ട് കേട്ടോ. ചെറുത് എവിടെയെല്ലാം കിടക്കുന്നത്. ഇപ്പം വന്നപ്പോൾ കിട്ടിയ പോലെ ഒന്നും അടിക്കുന്നില്ല. നെല്ലൊക്കെ നല്ല വിളഞ്ഞിരിക്കുന്നുണ്ട് ഐസ്. ഇതിങ്ങനെ വായിട്ട് കടിക്കാൻ പൊളിയാം, ജ്യൂസ് ചെയ്യാം. ഞാൻ സ്ട്രൈക്ക് ചെയ്ത കുഞ്ഞു കേട്ടോ. വാവ്, നല്ല ലോങ്ങി പോയിട്ടുണ്ട്. ചിലപ്പോൾ അടി പൊട്ടി. എൻ്റെ മോൻ ഹെവിയാണ്. ഹെവിയല്ല, ഇടത്തരവാ. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു ഹെവിയാണ് കേട്ടോ. അപ്പോൾ പിടുത്തം കണ്ടു കഴിഞ്ഞപ്പോഴേ. അപ്പോൾ നമ്മുടെ മാരിയോയിൽ അടുത്ത ഒരാൾ അടിച്ചിട്ടുണ്ട്, നാടൻ വരാൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ കളറിലെ ഫ്രോയിൽ കേട്ടോ. നമ്മൾ റെഡിലും ഗ്രീനും അത്യാവശ്യം ന്യായമായിട്ട് തന്നെ മീൻ പിടിച്ചിട്ടുണ്ട്. തേപ്പൊക്കെ ഇട്ട് വരാനേ കേട്ടോ. ഒരു 1/2 കിലോ റേഞ്ച് വരാൻ അല്ല, ഉരുണ്ട നാടൻ വരാൽ നമുക്ക് കിട്ടിയത് കണ്ടോ. നമ്മൾ അവിടുന്ന് വേറൊരു സ്പോട്ട് ഇടുന്നായിരുന്നു. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ മീൻ അടിച്ചത് നമ്മുടെ പഴയ സ്പോട്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്പോട്ടാണിത്. ഇരിപ്പിടാം. നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത്. തുളഞ്ഞ് കയറിയിട്ടുണ്ടോ. ചെറിയ ഹുക്കായതുകൊണ്ട് തന്നെ നല്ലൊരു ഹുക്കപ്പ് പോകാം കേട്ടോ. വലിയ ഹുക്കൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊള്ളിക്കാൻ കൂടെ ചെയ്യണം. നല്ലൊരു ഹുക്കപ്പ് ആവും. നല്ല ഷാർപ്പ് ഹുക്ക എന്താണേലും. എല്ലാ ഫ്രോവും സൂപ്പറാണ്. നല്ല റബ്ബർ ക്വാളിറ്റി ആട്ടോ. ഒറ്റ മീൻ അടിച്ച് നമുക്ക് കീറിയൊന്നും പോയിട്ടില്ല കേട്ടോ. സാധനം സെറ്റായിട്ടിരിക്കുന്നത്. നല്ല അടിപൊളി വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റിംഗ് പോവാം. ഇവിടെ ഒന്ന് കിടക്കുക കേട്ടോ. അയ്യോ ട്രെയിൻ ഫുള്ള് ഗുഡ്സാണ് പോകുന്നത്. കൽക്കരിയാ ഇപ്പോഴും ഈ കൽക്കരിയൊക്കെ പോകുന്നുണ്ടല്ലേ. അടുത്ത മീൻ ഇവിടെ നിന്ന് അടിക്കട്ടെ. ഇതിനകത്തൊക്കെ മീനുള്ളോ എപ്പോൾ വേണമെങ്കിലും അടി പൊട്ടും. അതായത് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല എപ്പോൾ അടിക്കുമെന്നൊന്നും. നമ്മളിന്ന് എവിടെ പോയാലും കാട തെന്നി അടിച്ചെല്ലാം വീഴുക. ഈ പാലത്തിൻ്റെ അടി മീൻ ഉറപ്പാണ്. നമുക്ക് എപ്പോഴും മീൻ കിട്ടുന്ന ഒരു സ്ഥലമായത്. അടിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് ഒന്നുമില്ല ഒരു മീൻ കണ്ടോ. ഇടത്തരം വരാൽ കണ്ടോ. നമുക്ക് രാവിലെ കിട്ടിയില്ലേ ആ സൈസൊക്കെ വന്ന ഇടത്തരം വരാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. തലയിൽ കൂടെ തുളഞ്ഞ് കയറിയിരിക്കുന്നത്. മാരിയോ ഗ്രീൻ കളർ. ഞാൻ പറയില്ല ഇപ്പോഴൊന്നും മീൻ അടിച്ചില്ല, വേറെ എവിടെ നിന്ന് അടിക്കാനാണ്. എനിക്ക് എപ്പോഴും മീൻ അടിച്ച സ്ഥലമാണ്. എൻ്റെ വായിക്കാതെ അയ്യോ സ്ഥലം മുഴുവൻ ചോരയായി. കാണിക്കുന്നില്ല, നല്ല ബയലിട്ടേക്കും. കയ്യിലൊക്കെ ചോരയാണ്. ഞാൻ മീനെല്ലാം കാണിക്കാം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് വെള്ളത്തിലിട്ട് കാണിക്കാം. തൽക്കാലം ഇവിടെ കിടക്ക്. നീ മീൻ അടിക്കും, ഇവിടുന്ന് തന്നെ അടിക്കും. കാര്യം മെയിൻ ഇവിടെ ഈ തണുപ്പ് പിടിച്ച് കിടക്കുവേ. പെട്ടെന്ന് ഒരു അറ്റാക്കും ചെയ്യും. യെസ്, ഫിഷ് ഓൺ. അപ്പോൾ നമ്മുടെ മാരിയോയിൽ അടുത്ത നാടൻ വരാൽ കണ്ടോ. നമുക്ക് കുറച്ചും കിട്ടിയ സൈസുകളൊക്കെയാണ് ഇതെല്ലാം കണ്ടോ. നമുക്കതിൻ്റെ വായിക്കകത്ത് ഹുക്കൊന്നുണ്ട്, ഹുക്ക് ചെയ്യണം. കടിച്ച് പറിക്കും. വരാൽ പിടിക്കാൻ കൊള്ളാം കേട്ടോ. എവിടെ എറിഞ്ഞാലും സ്ട്രൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഹുക്കപ്പാവും. നല്ല ഹുക്കപ്പായിരിക്കുന്നേ. അയ്യോ ഇതിനെയൊക്കെ എല്ലാത്തിനും റിലീസ് ചെയ്യണമെങ്കിൽ നല്ല പണിയാണ്. ഇതുണ്ടോ നമ്മുടെ ഫ്രോഗ്. റിയൽ വയർ ഇറക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞിട്ടല്ലോ.
പക്ക ക്വാളിറ്റിയാണ്, ഒന്നും പറയാനില്ല. ഉടക്കത്തുമില്ല, അടിച്ച കരയിൽ കേട്ടോ. നമുക്ക് കിട്ടിയ വരാൽ അവിടെ കിടക്കട്ടെ കുറച്ച് നേരം. നമ്മൾ കാസ്റ്റ് വന്നപ്പോഴത്തേന് താഴോട്ടുണ്ടോ ഫുള്ള് പാല് കയറിപ്പോയി കേട്ടോ. നമുക്ക് എറിയാനുള്ള വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവിടെ കണ്ടോ തുള്ളിവരും വെള്ളമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുക കേട്ടോ. നമ്മൾ 2 ദിവസം അത്യാവശ്യം ന്യായമായിട്ട് നമുക്ക് മീൻ കിട്ടും. പക്ഷേ നമുക്ക് ഇന്നലെ നമുക്ക് അത്ര വലിയായിട്ട് മീൻ കിട്ടില്ലായിരുന്നു നമ്മുടെ ഫ്രോഗിൽ. പക്ഷേ ഇന്ന് 2 ഫ്രോഗിൽ നമ്മൾ അത്യാവശ്യം മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എടുത്ത് നമ്മൾ വീട്ടിൽ പോയി നമുക്ക് വീട്ടിൽ പോയിട്ട് മീനെ നമ്മൾ ഒരു മീനിൻ്റെ ഒരു പെട്ടിയുണ്ട്, ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ബോക്സ് നമ്മൾ മീനെല്ലാം ജീവനോട് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് എല്ലാ മീനെയും കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മാരിയോ ഫ്രോഗിൽ കിട്ടിയ മീനെല്ലാം ആ പോത്തുകൾ നിൽക്കുന്നുണ്ടോ. ഭയങ്കര ധൈര്യമുള്ള പോത്തുള്ള കേട്ടോ. ഇതൊരു പാവം കേട്ടോ. ഒന്നും ചെയ്യത്തില്ല, നമ്മളെ കാണുമ്പോൾ ഓടും കേട്ടോ. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവനാണ് മോനെ ഐറ്റം. നോക്കിക്കോണേ, ഒരു ചാട്ടം ഉണ്ടോ അവൻ്റെ. ഓക്കെ, എന്തൊക്കെയാണല്ലോ നമുക്ക് ഇവിടുന്ന് തിരിച്ച് കയറിപ്പോയേക്കാം. എല്ലാം ചാടി മറിയുക കേട്ടോ. ഹെവി വരാലോ കേട്ടോ. കിട്ടില്ല ഏറ്റവും ടോപ്പ് സാധനം കേട്ടോ. ഒരു 1 kg ഒക്കെ വരുന്ന ഒരു അടിപൊളി വരാലാണ്. 3/4 കിലോ എന്താണെന്ന് കാണുമായിരിക്കും. പിന്നെ ഇത് ഇടത്തെ വരാലുണ്ട് 10-400 ഗ്രാമൊക്കെ വരുന്ന, 1/2 കിലോ ഒക്കെ വരുന്ന അടിപൊളി വരാൽ കേട്ടോ. ഏകദേശം ഒരു 10-12 വരാൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ പിടിച്ചേക്കുന്നത് നമ്മുടെ റിയൽ വയറിൻ്റെ മാരിയോ ഫ്രോഗിൽ കേട്ടോ. നമുക്ക് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് മീൻ നമുക്ക് ഇതിൽ കിട്ടി. നമുക്ക് ഇനിയും മീൻ കിട്ടുന്ന കാര്യം പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. വെയിലാണ് നമ്മൾ തിരിച്ച് കയറി പോകാമെന്നല്ല, വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ ബാക്കിൽ ഒരു മീൻ പിടി ആയിട്ട് കേട്ടോ. മീനെ ഫുള്ളായിട്ട് ജീവനോടെ കിടന്നുള്ളൂ എല്ലാവരും. വന്ന ആൾക്കാർ ഫുള്ള് ഒന്ന് കൊണ്ടുപോകും കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഫ്രോഗ് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ 2 കളർ എടുത്തായിരുന്നു, ഒരു റെഡും എടുത്തായിരുന്നു, ഒരു ഗ്രീനും എടുത്തായിരുന്നു. 2 കളർ നമ്മൾ ന്യായമായിട്ട് ഒരു 10-12 വരാലോളം പിടിച്ചിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ കിട്ടും കേട്ടോ. ഏറ്റവും കുഞ്ഞ് വരാലിനെ വരെ നമുക്ക് ഈസിയായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഫ്രോഗിൻ്റെ ക്വാളിറ്റി പറയാനാണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി. ചുമ്മാ മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്ന പോലെ ചുമ്മാ കുറച്ച് ഫ്രോഗുകൾ കണ്ടു ഇറക്കി അങ്ങനെയല്ല കേട്ടോ. സാധനങ്ങൾ കൃത്യമായിട്ട് ഇവിടെ സാമ്പിൾ കൊണ്ടുവന്നിട്ട് സാധനം ഫീൽഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സാധനം ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് സാധനം ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രോഗുകളൊക്കെ ലാസ്റ്റ് ചെയ്യുന്നത്. മറ്റ് ഫ്രോഗുകളെല്ലാവരും പറയുന്നുണ്ട് കീറിപ്പോകുന്നുണ്ട്, ഉടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങൾ നമ്മുടെ റിയൽ വാറിൻ്റെ ഈ ഫ്രോഗുകൾക്കൊന്നും വരത്തില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിയൽ വാറാണ് ഇപ്പോൾ കേരളത്തിൽ കിട്ടുക അതിൽ ബെസ്റ്റ് ഫ്രോഗ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും ക്വാളിറ്റിയാണ്. എല്ലാ ഫ്രോഗും യൂസ് ചെയ്യണം. എല്ലാവരും പറയും ഞാൻ യൂസ് ചെയ്യാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്. എല്ലാ ഫ്രോഗും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെൽ ബട്ടൺ എവിടെയൊക്കെ എവിടെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ എന്തൊക്കെ നോട്ടിച്ചിടും. ഇഷ്ടപ്പെട്ട അടിക്കാം, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാം. നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ. ഇപ്പോൾ ഒന്നും ചിലപ്പോൾ കിടന്ന് പിടയ്ക്കെല്ലാം കൂടെ അടിപൊളി.